വിഷ്ണു സുരേഷും ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ കൊച്ചിയിൽ ഏത് ഭാഗത്താണുള്ളത്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഞാൻ നിലവിൽ തൃക്കാക്കര കളമശ്ശേരി ആ മേഖലകളാണ്. പൈപ്പ് ലൈൻ റോഡിലാണുള്ളത്. രാവിലെ പൈപ്പ് ലൈൻ റോഡിലെല്ലാം വലിയ വെള്ളക്കെട്ടായിരുന്നു. ഉച്ചവരെ ആ മഴയുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നേരത്തെ നമ്മൾ കണ്ടതാണ് ലീലാവതി ടീച്ചറിന്റെയും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെയും എല്ലാം വീട്ടിൽ വെള്ളം കയറി. ഞാനിപ്പോൾ ഉള്ളത് സിയാദ് റഹ്മാന്റെ വീടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോഴും ഈ വീടിന് മുമ്പിൽ വെള്ളക്കെട്ടുണ്ട്. വീടിനകത്തേക്കും ചെറിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷേ വെള്ളം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് ഇറങ്ങി പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അപ്പോഴും നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ കാലവർഷക്കെടുതിയിൽ എങ്ങനെയായിരിക്കും ഈ മേഖലകൾ ഉണ്ടാകുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നാണ്. ഈ മൺസൂൺ മഴ എത്തുന്നതിന് മുൻപ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ട് എങ്കിൽ ഈ കാലവർഷക്കെടുതിയിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും കൃത്യമായ ഇടപെടൽ ജനപ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു വിമർശനമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായത് ഇൻഫോ പാർക്കിലാണ്. ഇൻഫോ പാർക്കിൽ കഴിഞ്ഞ 23-ാം തീയതി പെയ്ത മഴയിൽ ആ സ്ഥാപനത്തിനകത്തേക്കും അതോടൊപ്പം അവിടെയുള്ള വാഹനങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ജില്ലാ ഭരണകൂടം ഇടപെട്ട് അവിടെ ഉണ്ടായിരുന്ന കോഴിച്ചിറ ബണ്ട് പൊട്ടിച്ചു വിട്ടിരുന്നു. അതാണ് ഈ വെള്ളക്കെട്ടിന് കാരണമെന്നായിരുന്നു ഇന്നലെ വിശദീകരിച്ചത്. പക്ഷേ ഇന്ന് പെയ്ത മഴയിൽ വീണ്ടും ഇൻഫോ പാർക്കിനകത്തേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇൻഫോ പാർക്ക് പോലുള്ള രാജ്യാന്തര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരിടത്താണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് തുടർച്ചയായി ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ പറയാറുണ്ടായിരുന്നു, ഈ സൗത്ത് ബസ് സ്റ്റാൻഡിലൊക്കെ ഏത് മഴ പെയ്താലും വെള്ളം കയറുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിന്റെ അവസ്ഥ. കൊച്ചിയിൽ എപ്പോൾ മഴ പെയ്താലും ഇൻഫോ പാർക്കിനകത്തേക്ക് വെള്ളം കയറുന്നു എന്നൊരു അപമാനകരമായ സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ ഒരു ശാശ്വത പരിഹാരം വേണം. മറ്റ് പ്രതിസന്ധി ഉണ്ടായിരുന്നത് കൊച്ചി മേരിമാത സ്കൂളിലാണ്. മേരിമാത സ്കൂളിന് സമീപത്തുള്ള പ്രദേശത്ത് ഒരാൾ പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷേ 2018 പോലും എത്താത്തത്ര വെള്ളം ആ പ്രദേശത്തുണ്ടായിരുന്നു. അവിടെ നിന്ന് വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് ക്ലാസ് തുറക്കുന്ന ദിവസമായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി നേരിട്ടാണ് അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ കുട്ടികളെ തോളത്തെടുത്തു കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട വെള്ളപ്പൊക്കത്തിന് കാരണമായത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്. 3 കാരണങ്ങളാണ് പ്രധാനമായും ഈ തൃക്കാക്കര കളമശ്ശേരി മേഖലകളിലെ വെള്ളക്കെട്ടിന് ആളുകൾ പ്രധാനമായും പറയുന്നു. ഒന്ന്, ഈ ഓടകൾ വൃത്തിയാക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഒപ്പം ഈ മാലിന്യങ്ങളുടെ വിഷയം നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ്. ഈ കലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിർമ്മിച്ചിട്ടില്ല. അത് വളരെ പെട്ടെന്ന് നിർമ്മിച്ച് പോകുന്നു. അതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങളും പരിഗണിക്കുന്നില്ല. വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലം ഈ പ്രദേശങ്ങളിലൊന്നുമില്ല. ഇതൊക്കെയാണ് ഈ മേഖലകളിൽ പെട്ടെന്ന് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഓടകളൊക്കെ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ കാലവർഷക്കെടുതിയിൽ ഈ മേഖല മുങ്ങുമെന്ന് ഉറപ്പാണ്. വിനീത വിജിയും വിഷ്ണു സുരേഷുമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.